ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എഗ്ഗിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 1/4 ടീസ്പൂൺ ഒരു കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, അതുപോലെ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ, പിന്നെ അതുപോലെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് 4 മുട്ട വേണം. അതുപോലെ ഒരു വലിയ ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി കട്ട് ചെയ്തത്, ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് വേണം, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് മല്ലിയില. പിന്നെ വേണ്ടത് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് വേണം, കുറച്ചൊരു വലിയ പീസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കൂടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് 2 ടീസ്പൂൺ, ഒരു 4 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ആദ്യം തന്നെ 4 മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇത് ഒരപ്പച്ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ മുട്ടേൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് അപ്പച്ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾ, ആവശ്യത്തിനുള്ള മുളക് പൊടി കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മിക്സ് ചെയ്തിട്ടുള്ള ഈ എഗ്ഗ് കുറച്ച് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് സാധാരണ നമ്മൾ മുട്ട വേവിച്ച് സാധാരണ വേവിക്കുന്നത് പോലെ വേവിച്ചെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്ത് ഇതുപോലെ കോൺഫ്ലവർ ബാറ്ററിലൊക്കെ മുളക് പൊടി അതൊക്കെ ചേർത്തതിന് ശേഷം സാധാരണ നമ്മൾ ഫ്രൈ ചെയ്തതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഒരു പനീറിൻ്റെ ടേസ്റ്റിലൊക്കെ കിട്ടും ഇങ്ങനെ ചെയ്തെടുത്താൽ. അപ്പോൾ അത് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ആ സെയിം പാനിൽ തന്നെ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. അതൊന്ന് വാടി വന്നാൽ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള സവാള കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടി കിട്ടിക്കോളും. അപ്പോൾ ഇത് ഏകദേശം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വാടി വന്നാൽ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, ക്യാപ്സിക്കം കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി 4 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ല നിങ്ങൾക്ക് 2 സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചെറിയ ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. ഇതുവരെ ചെയ്തത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ചില്ലി റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് മെയിനായിട്ട് ചപ്പാത്തി അതുപോലെ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.